ഇത്ര വലിയ പുലിവാലാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു. അപ്പൊ എന്നെ ചികിത്സിക്കാനാണോ നമ്മളിവിടെ വന്നത്? നീ ഇത്രയ്ക്ക് അധപതിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ മനോരോഗി നീയാ. ഉറങ്ങിക്കാണില്ലെന്ന് എനിക്കറിയാം. ദൈവമേ, എങ്ങനെയാ ഇനി സുമിയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? സുമി, സുമി, എന്ത്? അതല്ല ഞാൻ ചോദിച്ചത്, എന്താണ് ഗിരി എന്താ ഇവിടെ ചെയ്യുന്നത്? അല്ല, അത് ഞാൻ സുമിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടി. ഈ നട്ടപ്പാതിരേക്കോ? അത് ഞാൻ ഓർത്തില്ല, സോറി. സുമി കിടന്നു. കിടന്നു. അവള് വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്നാ തോന്നുന്നേ. വേണ്ടായിരുന്നു. എനിക്കൊരു ആഡ് ഫിലിമിൽ മോഡലാവാൻ അവസരം കിട്ടിയച്ചാ. വലിയ നാഷണൽ ലെവൽ എക്സ്പോഷറിലേത് ജ്വല്ലറിയാ. താങ്ക്സ്. എന്തിന്? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിനക്കെന്നോട് ദേഷ്യമായിരിക്കുമെന്ന് എനിക്കറിയാം. നിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അത് വളരെ ശരിയാണ്. പക്ഷേ എല്ലാവർക്കും ഉണ്ടല്ലോ അവരവരുടെ ന്യായങ്ങൾ. എന്ത് ന്യായം പറഞ്ഞാലും ശരി, സനുവെടുത്തി ചെയ്തത് ഒട്ടും ശരിയായില്ല. നന്ദു അത് പറഞ്ഞത് നന്ദുവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഉണ്ടൊരു പെർസ്പെക്റ്റീവ്. ഒരു റീ എൻട്രി എനിക്ക് അത്യാവശ്യമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവനവന്റെ കാര്യം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ പറ്റൂ. എന്റെ നിലനിൽപ്പ് ഞാൻ നോക്കും. അത് തെറ്റാണെങ്കിൽ തെറ്റ്, സ്വാർത്ഥതയെങ്കിൽ സ്വാർത്ഥത ആയിക്കോട്ടെ. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഞാനത് ചെയ്തത് പണത്തിന് വേണ്ടിയായിരുന്നില്ല, ഒരു എക്സ്പോഷറിന് വേണ്ടിയായിരുന്നു. അതെനിക്ക് കിട്ടി. നിനക്കുണ്ടായ നഷ്ടത്തില് എനിക്ക് വിഷമമുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇത്. ഒരു പക്ഷേ നീ അഭിനയിച്ചാലും നിനക്ക് കിട്ടുമായിരുന്ന പൈസ. യു ക്യാൻ കീപ് ഇറ്റ്.
നല്ല ചമ്മന്തി. ദാമോദര ഒരു 2 ഇഡലിയും കൂടി കിട്ടേ. ദാമോദര, പ്രാതല് കഴിക്കാൻ സുമിയെ വിളിച്ചില്ലേ? വിളിച്ചായിരുന്നു അച്ഛമ്മേ. വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാതല് കഴിക്കുന്നതല്ലേ ശരി? തക്കുടൂന്റെ അപ്പൂപ്പനുള്ള കാലം മുതലേ ഉള്ളതാ. ദാമോദര, നീ പോയി അവളോട് വരാൻ പറ. ചെല്ല്. ശരി അച്ഛമ്മേ. ആ ദേ സുമിക്കുഞ്ഞു വന്ന. അവൾ കൂടി നീ ഒരു പ്ലേറ്റ് എടുത്ത് വെക്ക്. അല്ല, ഞാനിപ്പോ കഴിക്കും. ഈ അഭിപ്രായം പറയരുതെന്ന് സുമിത പറഞ്ഞു തന്നെയാണ് അതിന്റെ ശരി. ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നതെങ്കിൽ ആഹാരം കഴിക്കാതെ തന്നെ പോണം. അതാ അതിന്റെ ശരി. മോളെ, ഇനി മുതൽ നീ അമ്പലത്തിൽ പോകുമ്പോ തക്കുടൂനെയും കൂടി കൊണ്ടുപോകണം കേട്ടോ. ദാമോദര, നോക്കി നിൽക്കാതെ ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറ. അല്ലെങ്കിൽ അവൾ ഓട്ടോറിക്ഷയും പിടിച്ചു പോകും. ചെല്ല്. അമ്മേ, ദേവി, എന്റെ സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം കാണിച്ചു തരണേ. ഗിരിക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ. ഐക്യമത്യ സൂക്തം. പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു തിരുമേനി. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. സുമി, അങ്ങനെ പോലെ എനിക്ക് സുമിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സുമി, ഞാൻ രാത്രി വിളിച്ച് ശരിയില്ലെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ സുമി അസമയത്ത് ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തില്ല. നിക്ക് സുമി, മദ്യപിച്ചു പോയതിന്റെ പേര് പറ്റിപ്പോയതാ. സുമി, അത് മനസ്സിൽ വെക്കരുത്. അസമയത്തെന്നല്ല, ഒരിക്കലും കിരൺ എന്റെ ഫോണിലേക്ക് വിളിക്കേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് മദ്യത്തിന്റെ പേരും പറഞ്ഞ് ചെയ്തു പോയ തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് വരണ്ട. ഒരിക്കലും വിളിക്കില്ലായിരുന്നു. പക്ഷേ മറ്റൊരാളുടെ ഭാര്യയായി സുമിയെ കണ്ടപ്പോ മനസ്സ് വിഷമിച്ചു പോയി. ഐശ്വര്യയുടെ ഭർത്താവിന്റെ വശത്തിൽ ഓരോ തവണ എന്നെ കാണുമ്പോഴും അത് സുമി എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് എനിക്കിപ്പോഴേ തിരിച്ചറിയാനാവുന്നു. മതി, നിർത്ത. കിരണേ, കാര്യങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ച ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യാ. എന്നെ കൊണ്ട് വീണ്ടും അത് ആവർത്തിപ്പിക്കരുത്. ഞാൻ ഇത്രയും കാലം പറഞ്ഞു ഒന്നും കിരണിന്റെ തലയിൽ കയറിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി അവസാനമായിട്ട് പറയാം. എന്റെ മനസ്സിൽ നിങ്ങളോട് അത്തരം യാതൊരു സെന്റിമെന്റ്സും അവശേഷിക്കുന്നില്ല. ഐഷുവിന്റെ ഭർത്താവായിട്ട് നിങ്ങളെ സങ്കല്പിക്കുമ്പോ എനിക്ക് അവളെ ഓർത്ത് സഹതാപം മാത്രം തോന്നുന്നത്. ഞാൻ എന്റെ കുടുംബജീവിതമായി സന്തോഷവും സമാധാനമായിട്ട് മുന്നോട്ട് പോവാ. അറിയാം, പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ രണ്ടുപേരുടെയും മനസ്സിൽ നിന്ന് അങ്ങനെ മാഞ്ഞു പോയില്ല സുമി. കഴിഞ്ഞ ഒന്നും എന്നെ ഒരു രീതിയിലും ബാധിക്കുന്ന ഒന്നല്ല കിരൺ. മാത്രല്ല, എന്റെ ഭർത്താവ് എന്റെ ജീവിതത്തിലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരാളല്ല. സുമി, അത്ര വലിയ വിശ്വാസവും പ്രതീക്ഷയും ഒന്നും വെച്ച് പുലർത്തണ്ട. എത്ര വലിയ മനസ്സുള്ളവനായാലും ഭാര്യയുടെ പഴയ കഥകൾ അറിയാനിടയായ ഒരിക്കലും ഒരു ഭർത്താവിനും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഗിരിധർ സാർ ഒന്നും അറിയാത്രത്തോളം കാലം എല്ലാം ഓക്കെ. പക്ഷേ ഇതറിയുന്ന നിമിഷം നിങ്ങളുടെ കുടുംബജീവിതത്തെ തീർച്ചയായിട്ടും ബാധിക്കും. അങ്ങനെയുള്ള സംഭവിച്ചാൽ എൻ്റെ ജോലി പോകുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് എന്നെ അറിയാമെന്നുള്ള കാര്യം സുമി അദ്ദേഹത്തോട് പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാത്രി വിളിച്ചത്.
കല്യാണത്തിന് മുമ്പ് പരസ്പരം അറിയാമായിരുന്നു എന്നൊരു കാരണം കൊണ്ട് കിരണിന്റെ ജോലി കളയാൻ മാത്രം അത്രയ്ക്ക് മോശക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനല്ല എന്റെ ഭർത്താവ്. ഹീസ് എ ജെന്റിൽമാൻ. ഇവര് തമ്മിൽ എങ്ങനെയാ പരിചയം? സുമിക്ക് എന്താ ഇയാളോട് ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? അപ്പോ പരസ്പരം അറിയായിരുന്നു എന്ന രീതിയിലുള്ള ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ. ഓ, പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ ഉദ്ദേശം? ഒരു കാര്യം ഇയാൾ ഓർത്തോ, ഐഷുവിനെ കരുതി മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇയാളുടെ അടുത്ത് മാന്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മേലില് ഇമാതിരി അഭ്യാസം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്, ഓഫീസിലായാലും പുറത്തായാലും. കിരൺ അവനെ ഈ ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഉറപ്പാ. പക്ഷെ അത് എവിടെ വെച്ചാണെന്ന് അത് മാത്രം അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ശ്ശേ. ഞാൻ സുമിതയുടെ ഫ്രണ്ടാണ്, പേര് കിരൺ. ആ കിരൺ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതെന്റെ വുഡ്ബിയാ, മിസ്റ്റർ ഗിരിധർ. യെസ്, കം ഇൻ. എന്തൊക്കെയാണോ താനീ ചെയ്തു വെച്ചിരിക്കുന്നത്? സാറ് പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞോ? താൻ എന്ത് വിവരക്കേടാണോ ഈ പറയുന്നത്? അയ്യോ അങ്ങനെയല്ല സാർ, എല്ലാം പെർഫെക്റ്റ് ആണ് സാർ. എന്ന് താനാണോ പറയണ്ടേ? പോയി വൃത്തിയായിട്ട് ചെയ്തിട്ട് പാടൂ. നല്ല ചൂടിലാണല്ലോ. പിന്നെ ചൂടായാണ്. എന്തൊക്കെ അയാൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത്? ഗിരി, ഈ ഓഫീസിലെ ഏറ്റവും നന്നായി ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണത്. അയാൾക്ക് അങ്ങനെ ഒരു തെറ്റുപറ്റാൻ സാധ്യതയില്ല എന്ന് നീ പറഞ്ഞാൽ മതിയോ? എന്ത് പറ്റിയടാ? ആകെ മൂഡ് ഓഫ് ആണല്ലോ. മൂഡ് ഓഫ് ഒന്നുമല്ല. ഓ, മനസ്സിലായി. നീയും സുമിയും തമ്മിലുള്ള പണക്ക് ഇതുവരെ മാറിയിട്ടില്ലല്ലേ? എങ്ങനെ മാറാനാ? യാതൊരു കുഴപ്പമില്ലാത്ത ഒരാളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ ശ്രമിച്ച ആരായാലും വയലന്റ് ആവില്ലേ? അതിന്റെ പേരില് നീ ഇപ്പോഴൊരു സോറി പറയാൻ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല ആകാശേ, ഇതിൽ നിനക്കറിയാത്ത വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് തുറന്നു പറയും. നീയാള് കൊള്ളാലോ, സംശയരോഗം തുടങ്ങിയോ? അതിന് നീ എന്തിനാണ് വിഷമിക്കുന്നത്? സുമിത നിന്റെ ഭാര്യയല്ല, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെയല്ലേ നീ പറഞ്ഞേ? അപ്പൊ നീ ഇതിന് സംശയിക്കണം. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ആൺസുഹൃത്ത് ഉണ്ടായി പോയാ അതിലെന്താ ഗിരി ഇത്രയും വലിയ തെറ്റ്? അപ്പോഴേ അതൊന്നും അല്ല കാര്യം. നിനക്ക് സുമിതയോടെ നല്ല പൊസസീവ്നെസ്സാ, സ്നേഹമാ. അവളോടെ വേറെ ഏതെങ്കിലും ആണുങ്ങൾ സംസാരിക്കുന്ന കണ്ട നല്ല അസൂയ. അതല്ല കാര്യം. അമ്പലത്തിൽ വെച്ച് സുമിത നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായ കിരണിനെ യാദൃശികമായി കണ്ടു, സംസാരിച്ചു. അതിനെന്താ അത്ര വലിയ കുഴപ്പം? ഇതൊക്കെ സ്വാഭാവികമായ
എടാ കേട്ടോ, ഓക്കെ ആണോ? എടാ, ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ ഇങ്ങനെ മിണ്ടാതെ ജീവിക്കുന്നത് മാറ്റാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാ ശരി, നീ വിഷമിക്കണ്ട, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്ന് കാര്യം പറയുന്നുണ്ടോ? ഇങ്ങനെ മുഖം വലിച്ചു കയറ്റിയിരുന്ന ഞാൻ എന്തോ മനസ്സിലാക്കണ്ടേ? എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ നീ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറഞ്ഞു പരസ്പരം മനസ്സിലാക്കിയുവാ നമ്മൾ ഇത്രയും നാളും കഴിഞ്ഞത്. ഇതൊക്കെ നീ ഇനി പറഞ്ഞിട്ട് വേണം. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ സുമി. പിന്നെ എന്തിനാ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നീ എന്റെ അടുത്ത് മറച്ചു വെച്ചത്? കിരൺ ജോലിക്ക് ചേർന്നിരിക്കുന്നത് ഗിരിയുടെ കമ്പനിയിലാണെന്നുള്ള കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പറ ഐഷു, ഞാൻ അത് അറിയാൻ പാടില്ലെന്ന് നിനക്ക് തോന്നാൻ എന്താ കാര്യം? അത് നീ അറിയരുതെന്ന് കിരൺ എന്നോട് കർശനമായി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഗിരിധർ നമ്പ്യാറിന്റെ കമ്പനിയില് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് സുമിത അറിഞ്ഞ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് കലിയോ അവക്ക് നിങ്ങളോട്. സൂക്ഷിച്ചോ. നീയായിട്ടിത് അവളെ അറിയിച്ച് സ്വന്തം ഭർത്താവിന്റെ പണി കളയാതിരുന്ന മാത്രം മതി. ഐ എം സോറി സുമി. ഞാൻ അതറിഞ്ഞ എന്ത് ചെയ്യുമെന്ന് ഈ കിരൺ ഭയക്കുന്നത്? ഞാൻ അവനോട് ഗുണത്തിനോ ദോഷത്തിനോ ഇല്ലാന്ന് എന്നെ തീരുമാനിച്ചതാ. അതെ, കിരൺ ഗിരിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് എനിക്ക് ഒരു എതിർപ്പുമില്ല ഐഷു. അവന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറി അവൻ നന്നാവണം തന്നെ എന്റെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നത് അവനെ ഓർത്തിട്ടല്ല, നിന്നെ ഓർത്ത് മാത്ര, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് മാത്ര. പക്ഷെ ആ മര്യാദയെ തിരിച്ചവൻ എന്റെ അടുത്തൂടെ കാണിക്കണം. കഴിഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല. എല്ലാം പാടെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് ഞാനും കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഞാനുള്ള ആ സ്പേസിലേക്ക് ഇപ്പൊ കടന്നു വന്നിരിക്കുന്ന കിരണാണ്. വന്നിടത്തോളം വന്നു, അതവിടെ നിൽക്കണം. ഓഫീസിനപ്പുറത്തേക്ക് എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കിരൺ എത്തി നോക്കാൻ വരരുത്. വന്ന് എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്ന കാര്യം മറന്നു പോരുന്നത് ദയവ് ചെയ്ത് കിരണോട് പറയണം. അത്രയും മതി, അത്ര മാത്രം. സുമി, എന്താ സംഭവിച്ചെന്ന് ഞാൻ ചുഴിഞ്ഞു ചോദിക്കുന്നില്ല. കാരണം എന്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ കല്യാണം കഴിച്ചു പോയിന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനിപ്പോ എത്രമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? പക്ഷേ എന്റെ ജീവിതത്തിൽ വന്ന മനുഷ്യൻ പലതരത്തിലും എന്റെയും എന്റെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാ. ആ മനുഷ്യന്റെ അടുത്ത് എനിക്ക് തീരാത്ത കടപ്പാടും സ്നേഹമുണ്ട്. ഒരു കാരണവശാലും മറ്റൊരാൾ കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നത് ഞാൻ സഹിക്കില്ല. സംഭവിച്ചത് എന്തായാലും അതിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് ഞാൻ മാപ്പ് പറയാ. ഐഷു, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ പറയാതെ എനിക്ക് വേറെ വഴിയില്ല. അറിയാം, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. കിരണൻ ഞാൻ പറഞ്ഞു വിലക്കിക്കോളാം. അവന്റെ ഭാഗത്തുനിന്ന് ഇനി നിനക്കൊരു ശല്യം ഉണ്ടാവില്ല. ശരിയാ, ഞാൻ ഇറങ്ങാം. ഇനി വരുമ്പോ കാണാം. ശരി, സമാധാനായിട്ട് ചെല്ല്.